اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يحب التوابين ويحب المتطهرين. عباد الله وإمام الله أوصيكم وإياي أولا പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനായ പ്രപഞ്ച സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിലെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് പരമാവധി അല്ലാഹുവിന്റെ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് നിങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, സഹോദരന്മാർ, മക്കൾ, ഇടകൾ, കുട്ടികൾ, അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണം. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുവാനാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ പൊതുവെ ജീവിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്ന് നമുക്ക് അസുഖം ബാധിക്കുക എന്നതാണ്. നമുക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ കൂടി അത് ബാധിക്കും. നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും മനസ്സിനെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ഒരു അസുഖം വന്ന് കിടപ്പിലായാൽ ആ സൗകര്യങ്ങളെല്ലാം ഒക്കെ നിഷ്പ്രഭമായി, ഒന്നുമല്ലാതെയായി. അത്തരം ജീവിതങ്ങൾ എന്റെയും നിങ്ങളുടെയും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ അവരെ ആലോചിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലതരം അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ശിഫ പ്രദാനം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്
എന്റെയും നിങ്ങളുടെയും ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് 3 അധ്യാപനങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകുന്നത്. ആ 3 അധ്യാപനങ്ങളിൽ ഒന്ന് ആരോഗ്യ സംബന്ധിയായി ഒരു മനുഷ്യൻ പാലിക്കേണ്ട വ്യവസ്ഥകളും മര്യാദകളും. രണ്ടാമതായി രോഗത്തെക്കുറിച്ച് രോഗിക്കുണ്ടാകേണ്ട കാഴ്ചപ്പാടാണ്. മൂന്നാമത്തെ നിർദ്ദേശം റസൂൽ നൽകുന്നത് രോഗിയോട് മറ്റു മനുഷ്യർ പുലർത്തേണ്ട ബാധ്യതകളെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, എന്താണ് ദീനുൽ ഇസ്ലാം നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചും നമ്മുടെ രോഗത്തെ കുറിച്ചും ഒക്കെ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച അനുഗ്രഹം അത് എന്റെയും നിങ്ങളുടെയും ആരോഗ്യസ്ഥിതിയാകുന്നു എന്നാണ്. മൻ അസ്ബഹ ആമിനൻ ഫീ സർബിഹി വമുആഫൻ ഫീ ബദനിഹി വഇൻദഹു ഖൂതു യൗമിഹി കഅന്നമാ ഹൈസത്തി ദുനിയ കുല്ലുഹു ലഹു. നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യമുണ്ടെങ്കിൽ, ഒരു നേരം പട്ടിണി കിടക്കാത്ത വിധം നിങ്ങളിൽ കഴിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ആഹാരമുണ്ടെങ്കിൽ, തീർച്ചയായും അവനാണ് ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാകുന്നു അവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് മറക്കാതെ ചോദിക്കേണ്ട ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചായി. നിങ്ങൾ ആഫിയത്തിനെ തൊട്ട്, നിങ്ങൾ ആഫിയത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ആരോഗ്യത്തെക്കാൾ മികച്ച ഒരു അനുഗ്രഹവും മറ്റൊരാൾക്കും കിട്ടിയിട്ടില്ല എന്നാണ്. ദൗർഭാഗ്യവശാൽ നമ്മൾ മനുഷ്യർ വളരെ വളരെ അശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുന്നതാണ് അവന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, നിഅമതാനി മഗ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സഹ്ഹതു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ തൊട്ട് പലരും അശ്രദ്ധരാണ്. അതിൽ ഒന്നാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞത് അസ്സഹ്ഹ, ആരോഗ്യത്തെ കുറിച്ച്. ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ വളരെ ഗൗരവമുള്ള ചില വർത്തമാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾക്കിപ്പോൾ ആരോഗ്യമുണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ ആരോഗ്യമെന്ന മഹത്തായ അനുഗ്രഹം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ, എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നിഅമി അയ്യുഖാല ലഹു അലം നുസ്ഹ ലക. അനുഗ്രഹങ്ങളിൽ വെച്ച് പരലോകത്ത് ആദ്യം വിചാരണക്കെടുക്കുന്നത് എന്റെയും നിങ്ങളുടെയും ആരോഗ്യത്തെ കുറിച്ചായിരിക്കുമെന്നാണ് പറയുന്നത്. പരലോകത്ത് അനുഗ്രഹങ്ങളിൽ വെച്ച് ആദ്യം വിചാരണക്കെടുക്കുന്നത് എന്റെയും നിങ്ങളുടെയും ആരോഗ്യമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അലം നുസ്ഹ ലക, നിനക്ക് നാം ആരോഗ്യം നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നീ കിഡ്നി പേഷ്യന്റ് ആണ്, ഹാർട്ട് പേഷ്യന്റ് ആണ്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഇങ്ങനെയൊന്നുമല്ല നീ ജനിച്ചിരുന്നത്. ജനിക്കുമ്പോൾ 2 വൃക്കകൾ കൃത്യമായിട്ടുണ്ടായിരുന്നു, വളരെ കൃത്യമായി പിടിക്കുന്ന ഹൃദയവും രക്ത സഞ്ചാര
സംവിധാനവും കൃത്യമായിട്ടുണ്ടായിരുന്നു. നല്ല കാഴ്ചയുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ കണ്ണട വെച്ചിരിക്കുന്നു. നല്ല കേൾവിയുള്ള കാതുണ്ടായിരുന്നു. പക്ഷേ നിനക്കിപ്പോ കേൾക്കാൻ പറ്റുന്നില്ല കൃത്യമായി. എന്നിട്ട് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് നാളെ പരലോകത്ത് മരിച്ചു മണ്ണടഞ്ഞ് നാളെ പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ വരുമ്പോ അള്ളാഹ് ചോദിക്കുമെന്നാണ് പറയുന്നത്. അലം നുശ്ഹലക്, നിനക്ക് നാം ആരോഗ്യം നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ആ ആരോഗ്യത്തെ നീ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് അള്ളാഹ് എന്നോടും നിങ്ങളോടും ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ നമ്മൾ കഴിയണം. ഈ കണ്ണട ഞാൻ വെച്ചതിന് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിന്റെ കണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതുപോലെ ബോധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ നോക്കണം. അള്ളാഹു നമുക്ക് നൽകിയ അവയവങ്ങൾ അത് ഒരു കേടും കൂടാതെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അവയവങ്ങൾ ഒരിക്കലും പണിമുടക്കിയിട്ടില്ല. ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ ഭ്രൂണമായി കഴിയുന്ന സന്ദർഭത്തിൽ 4-ാം മാസത്തിൽ ഈ ഹൃദയം പിടിക്കാൻ തുടങ്ങും. നമ്മൾ ഓടുന്നു, ചാടുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, പന്ത് കളിക്കുന്നു, കുനിയുന്നു, നിവരുന്നു, വീഴുന്നു. അപ്പോഴൊക്കെയും ഈ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നു. 1,00,000-ൽ പരം പ്രാവശ്യം ഒരു ദിവസം നമ്മുടെ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം ശേഖരിക്കാൻ ടാങ്ക് ഉണ്ട്, 500-1000-ന്റെ. നിങ്ങൾക്കറിയോ, 12 ലിറ്റർ രക്തമാണ് നമ്മുടെ കൈപ്പിടിയോളം വലുപ്പമുള്ള ഈ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്ര സുരക്ഷയുള്ള സംവിധാനത്തോടുകൂടി തന്ന ഈ ശാരീരിക അവയവങ്ങളെ നമ്മൾ നശിപ്പിക്കരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പറയുന്നത്. ഒരു മനുഷ്യന് ആരോഗ്യം വേണോ, നല്ല സിഹത്ത് ഉണ്ടായിരിക്കണോ എങ്കിൽ നിങ്ങൾ 3 കാര്യം ശ്രദ്ധിക്കണം എന്ന് ദീനുൽ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാകുന്നു വൃത്തി എന്ന് പറയും, ശുദ്ധി എന്ന് പറയും. നമ്മളെ പോലെ ജലസൗകര്യമുള്ള ഒരു നാട്ടിലേക്കായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ സന്ദേശവുമായി വന്നത്. മരുഭൂമിയിലേക്കാണ്. എന്നിട്ടും ആ പ്രവാചകന്റെ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾ നമസ്കരിക്കും മുമ്പ് നിങ്ങളുടെ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ നിങ്ങൾ കഴുകണം, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ കഴുകണം. കാരണം വൃത്തിയില്ലാത്തവന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ട. ലാ യഖ്ബലു അല്ലാഹു സ്വലാത്തൻ മിൻ ഗൈരി തഹൂർ, വൃത്തിയില്ലാത്തവന്റെ ആരാധന അല്ലാഹുവിന് വേണ്ട എന്നാണ് പറയുന്നത്. ആദ്യമായി ഹിറാ ഗുഹയിൽ വച്ചു വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പേടിച്ച് വിറച്ച് കിടന്നുറങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വദിയാബക ഫതഹ്ഹിർ എന്നാണ്. വൃത്തി വേണം കേട്ടവർ, വൃത്തി വേണം. അതിൽ ഈ ദീനിന്റെ അടിത്തറയാകുന്നു എന്ന് പഠിപ്പിക്കും. ഒക്കെ നമ്മളെല്ലാവരും മലക്കുകളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരാണ് ആണല്ലോ. വൃത്തിയോടുകൂടി നമ്മൾ കഴിച്ചു കൂട്ടുന്ന ഓരോ നിമിഷവും മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. മൻ ബാത ത്വാഹിറൻ ബാത ഫി ശിആരിഹി മലകുൻ ലാ യസ്തൈഖിനു സഅതൻ മിൻ ലൈലി ഇല്ലാ ഖാല മലക് അല്ലാഹുമ്മ ഗ്ഫിർ ലിഅബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറൻ. രാത്രി മര്യാദക്ക് ഒതുവെടുത്ത് വൃത്തിയോടുകൂടി കിടന്നുറങ്ങിയാൽ അയാൾ ഉണരുന്നത് വരെ ഒരു മലക്ക്
ആ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിടന്നുറങ്ങുന്നതിന് വേണ്ടി പടച്ചതമ്പുരാനെ നീ പുറത്തു കൊടുക്കണമേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുന്നു. ഇനി ഉണർന്നാൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലും കൃത്യമായ മാതൃക കാണിക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യശൂസു ഫാഹു ബിസിവാക്, ഉണർന്നാൽ ഉടനെ പല്ല് തേക്കണം. ഇത് വ്യക്തി ശരീരത്തിന് മാത്രമല്ല, ചുറ്റുപാടും വൃത്തി വേണം. പറയാ ശാപം കൊണ്ട് മുടിഞ്ഞു പോകുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഉടനെ സഹാബത്ത് ചോദിച്ചു, ശാപം കൊണ്ട് മുടിഞ്ഞു പോകുന്ന വിഭാഗം ആരാണ്? അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളും ഒക്കെ ശപിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെ നിങ്ങൾ കരുതിയിരിക്കണം എന്ന് റസൂൽ പറഞ്ഞപ്പോൾ ആരാണ് ഈ കൂട്ടം എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞത് അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസി വളില്ലിഹിം, ജനങ്ങൾ നടക്കുന്ന നടവഴികളിലും അവർ വിശ്രമിക്കുന്ന തണലോരങ്ങളിലും മാലിന്യങ്ങൾ കൊണ്ടുവന്നിരുന്നവരാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ വീട്ടിലെ എല്ലാ മാലിന്യങ്ങളും അടിച്ചുകൂട്ടി ഒരു കവറിലാക്കിയിട്ട് പള്ളിയിലേക്ക് വരും. എന്നിട്ട് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് സുബഹി ജമാഅത്ത് നമസ്കരിച്ച് ഇയാൾ പുറത്തേക്ക് പോകും. എന്നിട്ട് ഈ കവർ നേരെ റോഡിൽ കൊണ്ടുപോകും. അയാൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ചു, അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിരിക്കുന്നു. ഇയാളെ കുറിച്ച് റസൂൽ എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ മുഖറബീങ്ങളായിട്ടുള്ള മലക്കുകളും ശാപം കൊണ്ട് മൂടുന്ന വിഭാഗമാകുന്നു എന്ന് പറയുന്നു. വളരെ ശ്രദ്ധിക്കണം. വൃത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദീനിന്റെ അടിസ്ഥാനമാണ്. എന്തിനേറെ പറയുന്ന പറഞ്ഞ പോലെ ഈമാനിന്റെ ഈമാനിന്റെ പകുതിയാകുന്ന വൃത്തി എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാൻ, ഇദാ ഈ ഖബറിലുള്ള 2 പേരും അവർ കൊടിയ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയൊരു സബഉൽ മുബിഖാത്ത്, വലിയ മഹാപാപം വൻപാപം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ്? അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തൻസിഹു മിനൽ ബൗൽ, മൂത്രമൊഴിച്ചിട്ട് മര്യാദയ്ക്ക് കഴുകാത്തതിന്റെ പേരിലാണ് ഈ ഖബറിലുള്ള വ്യക്തി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പ്രധാനപ്പെട്ടതാണ് വൃത്തിബോധം എന്ന് നമ്മൾ മനസ്സിലാക്കും. എത്രയോ സൂക്ഷ്മമായ കാര്യങ്ങളാണ് റസൂൽ പറയുന്നത്. നോക്കൂ, ഇദസ്തൈഖല അഹദുൻ മിൻകും ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാ ലാ യദ്രി ഐന ബാദത് യദഹു. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ നേരെ കൊണ്ടുപോയി കൈ വെള്ളത്തിൽ മുക്കരുത്. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കൈ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് കപ്പെടുത്ത് ഒഴിച്ച് കഴുകുക. അവിടെ മുതൽ തുടങ്ങണം നമ്മുടെ വൃത്തിബോധം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് തൗബ ചെയ്യുന്നവരെയാണ്. അതോടൊപ്പം അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ ശുദ്ധിബോധം, വൃത്തിബോധം എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ജീവിതത്തിലുടനീളം വൃത്തിബോധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടവരാകുന്നു. അത് ഈമാനിന്റെ പകുതിയാകുന്ന ബോധം നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ആരോഗ്യം വേണോ? എല്ലാ അർത്ഥത്തിലും നമ്മുടെ ശരീരം
നിങ്ങൾ പള്ള നിറച്ച് തിന്നോളൂ കുടിച്ചോളൂ എന്നാണ് ഈ പറയുന്നത്. ഇന്നെന്താ കുടിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ശരീരത്തെ നശിപ്പിക്കുന്ന ആഹാരം കഴിക്കരുത്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ത്വയ്യിബായത് കഴിക്കുക. നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് പറഞ്ഞാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ ആഹാര വിഭവങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നർത്ഥം. ശരീരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കരുത്. ഇത് ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഈ ആധുനിക യുഗത്തിന്റെ ഒരു സ്റ്റാറ്റസ് സിംബൽ കൂടിയാണ്. ഇവയിൽ രുചിക്കും നിറത്തിനുമായി ചേർക്കുന്ന രാസവസ്തുക്കൾ അങ്ങേയറ്റത്തെ അപകടം സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. വലിയ അപകടമാണ്. ഫാസ്റ്റ് ഫുഡ് is a type of food which acts like faster എന്നൊരു തമാശയാണ്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഫാസ്റ്റായി നശിപ്പിക്കാൻ ഉതകുന്നതാകുന്നു. അതൊരു തമാശയാണ്. തമാശയല്ലെങ്കിലും അതൊരു കാര്യമാണ്. ശരീരത്തിന് കേടുള്ള ആഹാരം കഴിക്കൽ ശരീരത്തെ അപകടപ്പെടുത്തും എന്ന് മാത്രമല്ല, അല്ലാഹു പരലോകത്ത് വിചാരണ ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന്. ശരീരത്തിന് ഹാനികരമായ ഭക്ഷണം കഴിച്ച് ഒരുത്തൻ തന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ, തന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അത് ഈ ദുനിയാവിൽ അവന് നാശമുണ്ടാകുമെന്ന് മാത്രമല്ല, അത് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായി. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമുക്ക് ആരോഗ്യം വേണം, നമ്മൾ ആഹാരം നിയന്ത്രിക്കുക, ശരീരത്തെ നശിപ്പിക്കുന്നത് കഴിക്കാതിരിക്കുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക. മൂന്നാമത്തേത് ശരീരത്തിന് വ്യായാമം നൽകുക, എക്സസൈസ് നൽകുക. ദിവസം ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി. കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് സ്ഥിരമായി ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു സഹാബി ചെറിയ കുട്ടികളുമായി വന്നു. അപ്പോ റസൂലുള്ളാഹി സഹാബിയോട് ചോദിച്ചു, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കളികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ആയോധന മുറകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഈ സഹാബി പറഞ്ഞു, ഇല്ല, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, അല്ല, അല്ലിമു ഔലാദക്കും അൽരിമായ, കുട്ടികളെ അമ്പെയ്ത്ത് പഠിപ്പിക്കണം, ആയോധന കലകൾ പഠിപ്പിക്കണം, അവരെ അസിബാഹ നീന്താൻ പഠിപ്പിക്കണം. മരുഭൂമിയിൽ എവിടെയും നീന്താനാ, അപ്പോഴും റസൂൽ നീന്താൻ പഠിപ്പിക്കുന്നുണ്ട്, നീന്താൻ പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. കുതിരയോട്ടം പഠിപ്പിക്കണം, വാഹനം ഓട്ടാൻ പഠിപ്പിക്കണം. ഒരിക്കൽ ഹബ്ശയിൽ നിന്ന് ഒരു സംഘം ആളുകൾ, ഒരു സംഘം ചെറുപ്പക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. ഇവർ കാണാൻ വന്നപ്പോൾ ഒരു ദിവസം ഒരു ഒഴിവ് സമയത്ത് ഇവർ പള്ളിയിൽ, ഈ ചെറുപ്പക്കാർ മദീനത്തെ പള്ളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ഉമർ ഉടനെ ഓടി വന്ന് ആ ചെറുപ്പക്കാരെയൊക്കെ പള്ളിയിൽ നിന്ന് ആട്ടി വായിക്കാൻ ശ്രമിച്ചു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ വന്ന് പറഞ്ഞു, അവരെ വിട്ടേക്കുക. അവരുടെ ശരീരത്തിന് ആഹ്ലാദമുണ്ടാക്കുന്ന, ആനന്ദമുണ്ടാക്കുന്ന, വ്യായാമം പകരുന്ന ഒരു സംഗതി ഇല്ലാതെയാക്കണ്ട, അവർ കളിക്കട്ടെ എന്നാണ്. ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വഫിൽ മസ്ജിദി എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അതിന്റെ അർത്ഥം ഈ ഗോയാനിയിൽ എല്ലാവരും ഇവിടെ വന്ന് പന്തളിക്കണമെന്നല്ല. ആഹാരം, ആരോഗ്യം അത് സംരക്ഷിക്കാൻ തീർച്ചയായും നമ്മൾ നമ്മുടെ ശരീരത്തിന് വ്യായാമം നൽകണം എന്നാണ് ഈ പറഞ്ഞത്. നമുക്ക് ആരോഗ്യം വേണോ? അല്ലാഹുവിന്റെ റസൂലും ഈ ദീനും പറയുന്നത് നിങ്ങൾ വൃത്തിയുള്ളവരായിരിക്കണം എല്ലാ അർത്ഥത്തിലും. രണ്ടാമത്തേത് ആഹാരം, അത് ശരീരത്തെ കേടാക്കുന്ന ആഹാരം കഴിക്കരുത്.
ശരീരത്തിന് ആരോഗ്യം പകരുന്ന, പ്രതിരോധശേഷി പകരുന്ന ആഹാരം കഴിക്കും. മൂന്നാമത്തേത് തീർച്ചയായും നമ്മൾ കുറച്ചെങ്കിലും ഒരു ദിവസം 10 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കും. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിന്റെ ജീവിതം വസിയത്ത് ചെയ്യും. നമ്മുടെ പള്ളിയിലെ മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും ഭൂമിയിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മളും യാത്ര പോകുന്നുണ്ട്. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ആ ഉമ്മയ്ക്ക് ഖബറിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അവരുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മറ്റുള്ളവരുടെയും ഖബറിടം വിശാലമാക്കുന്നു. ഒരു വ്യക്തി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട മക്കൾ, പേരമക്കൾ, ചൂട്ടികളിലൊക്കെ അല്ലാതെ അവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ ൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ശാന്തിയും സമാധാനവും. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിയുടെ ചെലവിലേക്കുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഒന്നുപോലെ എല്ലാവിധ എതിർക്കലും കോവിഡ് കൊണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നു. നമ്മുടെ കുടുംബത്തിലും ഇടയിലുള്ള ചിലപ്പോൾ ഈ കോവിഡ് ബാധിച്ചിട്ടുണ്ടാകാം, ഒന്ന് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ വളരെ കർശനമായി നിങ്ങളും പാലിക്കണം. ഇത് പാലിക്കാൻ ഒരു മുസ്ലിം എന്ന നിലയിൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الاسلام يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.